ഇന്നലെ നമ്മുടെ നിയമസഭ കേട്ട ഏറ്റവും നീചമായിട്ടുള്ള ഒരു പദപ്രയോഗം കേരളം ആകെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ യാതൊരു തരത്തിലുള്ള തെറ്റുതിരുത്തലോ ചെയ്യാൻ സാധിക്കാതെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ലാത്ത ഒരു ഭരണകൂടമായി ഇടതുപക്ഷ സർക്കാർ മാറിയത് ഏറെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഉയരക്കുറവിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുന്ന ഒരുപാട് പേർ, ബോഡി ഷെയ്മിങ്ങിന് വിധേയമാകുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നലെ നിയമസഭയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു MLA-ക്കെതിരെയാണ് ആ പരാമർശം നടത്തിയതെങ്കിലും കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയപ്പോൾ എന്നെ വിളിക്കുകയുണ്ടായി. അതിലൊരു പെൺകുട്ടി, പ്രത്യേകമായി പറയേണ്ടത്, എൻ്റെ നിയോജക മണ്ഡലത്തിലെ 8ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറക്കകത്ത് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് എത്ര വലിയ ആഘാതമുണ്ടാക്കുന്ന കാര്യമാണെന്നും അതെത്ര ഗൗരവത്തോടെയാണ് പുതിയ ജനറേഷൻ കാണുന്നതെന്നും നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. അവർ പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രി സഭക്കകത്ത് പറഞ്ഞത് കേവലം ഒരു MLA മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന അനേകം വ്യക്തികളെ, ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ എത്രയോ കുട്ടികളുടെ, എത്രയോ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, അവരുടെയൊക്കെ ശാരീരികാവസ്ഥയ്ക്ക് നേരെ ചൂണ്ടിയൊരു വിരലായിട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശത്തെ കാണുന്നത്. തീർച്ചയായും കേരളം പോലെ നാം ഇത്രയേറെ പുരോഗമനം അവകാശപ്പെടുന്ന ഒരു നാടിൻ്റെ എല്ലാ വളർച്ചയെയും കെടുത്തുന്ന തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി അതിലൊരു ക്ഷമാപണം പോലും ഉണ്ടായില്ല സഭയിൽ എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ വളരെ വിചിത്രമായൊരു കാര്യം നമ്മളെല്ലാവരും കേട്ടു. അതേ സഭയിൽ മുഖ്യമന്ത്രിക്ക് കൈകൊട്ടിയ MLA-മാരിൽ നിന്ന് ഒരാൾ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, സംസാരിച്ചപ്പോൾ ആണത്തത്തെക്കുറിച്ച് വലിയ വീരവാദം മുഴക്കുകയുണ്ടായി. ഇവരൊക്കെ ഏത് കമ്മ്യൂണിസ്റ്റാണ്? ഇവരൊക്കെ ഏത് പുരോഗമന പ്രസ്ഥാനമാണ്? ഇവരൊക്കെ എന്ത് ഇടതുപക്ഷമാണ്? ഇന്ന് വീണ്ടും ചിത്തരഞ്ജൻ MLA ഒരു പരാമർശം നടത്തുകയുണ്ടായി. എന്തൊരു ബോഡി ഷെയ്മിംഗ് ആണ്! ഭിന്നശേഷിക്കാരായ ആളുകളെ ഇത്രയേറെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എന്തൊരു മോശമായ പദപ്രയോഗമാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ് 2 കൈയുമില്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ ചന്തിക്ക് ചൊറിയുന്ന മാതിരിയാണ് എന്ന്. എന്താണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? ആരെയാണ് ഇവരൊക്കെ ഇതിന് വിധേയമാക്കുന്നത്? നിങ്ങൾ നോക്കൂ, നമ്മൾ ആർജിച്ച എല്ലാ നേട്ടങ്ങളെയും, നവോത്ഥാന നേട്ടങ്ങളെയും CPM കുഴിച്ചു മൂടുകയാണ്. കേരളം ആർജിച്ച എല്ലാ പുരോഗമന ചിന്തകളെയും CPM കുഴിച്ചു മൂടുകയാണ്. ഇത് CPM-ൻ്റെ നേതാവായ ഒരാൾ തന്നെ ഇത് പറയുമ്പോൾ അതിന് കോറസ് പാടുകയാണ് ബാക്കി എല്ലാവരും. ഇത് കേരളം കാണുന്ന ഏറ്റവും ആശങ്കാജനകമായ ഒരു കാഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ പെൺകുട്ടിയുടെ വീഡിയോ ഒന്ന് ബഹുമാന്യരായ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് കേരളം കാണേണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ ഇത് ഒന്ന് സൗണ്ടും കൂടി വെച്ചിട്ട് കാണിക്കാം. ഞാൻ സ്റ്റെഫി ഷിബു. ഞാൻ സിൽവർമൺ ഇന്റർനാഷണൽ സ്കൂൾ പെരിന്തൽമണ്ണയിൽ 8ലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് മുഖ്യമന്ത്രി നജീബ് അംഗറിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിക്ക് ബുർജ് ഖലീഫിന് ഇത്ര ഹൈറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ആ കസേരയിൽ ഇരുന്ന ആർക്കെങ്കിലും ഇത്ര ഹൈറ്റ് ഉണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സിനിടയിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആളാണ് ഞാൻ. അത് കാരണം അതിൻ്റെ ഫീലിങ്സ് എല്ലാം അനുഭവിച്ച ഒരാളായതിനാൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്. ഞാൻ ഈ പറയുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നന്ദി. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. ഈ പെൺകുട്ടി പറയുന്നത്, ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. നിങ്ങൾ നോക്കൂ, ഒരു പ്രതികരണം ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെക്കുറിച്ച്, അവർക്കുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച്, അവർക്ക് ഇമോഷണലി നേരിടേണ്ടി വരുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു 8ാം ക്ലാസ്സിലെ പെൺകുട്ടിക്കുണ്ടാകുന്ന ഒരു ബോധോദയം പോലും ഇല്ലാത്തവരായി ഇടതുപക്ഷം മാറിയ ദുഃഖകരമായൊരു കാഴ്ചയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായി കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട്
സെപ്റ്റംബർ 21 പ്രത്യേകത എന്താണെന്നറിയോ? പട്ടാമ്പിയിലെ IQ Plusന്റെ ഉദ്ഘാടനല്ലേ? കറക്റ്റ്. അപ്പോ 21-ാം തീയതി IQ Plusന്റെ ഉദ്ഘാടനം പട്ടാമ്പിയിൽ. എല്ലാവരും വരണേ. IQ Plus ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്ഘാടനം സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകിട്ട്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. ഏവർക്കും സ്വാഗതം.